സൂരജ് സജൂർ ചേരുന്നു. തൃശ്ശൂരിലെ വിവരങ്ങൾ പറയാണ്. സൂരജ്, തൃശ്ശൂരിൽ എനിക്കൊന്ന് ലാലി ജെയിംസ് ആണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ, 1000-ലധികം വോട്ട് നേടി ഭൂരിപക്ഷത്തിൽ ജയിച്ച ലാലിയെ ഒഴിവാക്കുന്നതിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. ഈ ഡോക്ടർ നിജി ജസ്റ്റിനെ 2.5 വർഷം മേയറാക്കുക എന്നൊക്കെയുള്ള ആലോചനയിലേക്ക് ഒക്കെ കടന്നിരുന്നു കോൺഗ്രസ്. അപ്പോൾ അതിലുള്ള പ്രതിഷേധം എങ്ങനെയാണ്? നാളെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സൂരജ്? ഹാഷ്മി, തൃശ്ശൂരിലും വലിയ തർക്കം തന്നെയാണ് തുടരുന്നത്. കാരണം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഈ ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന് പറയുന്നത്. നിജി ജസ്റ്റിനെ മേയറാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് വലിയ തർക്കങ്ങൾ അത് തൃശ്ശൂരിൽ ഉടലെടുക്കുന്ന. ആദ്യഘട്ടത്തിൽ ഈ ലാലി ജെയിംസിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ലാലൂരിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ലാലിയുടെ മിന്നും വിജയം. അതോടൊപ്പം തന്നെ അവർ 4 ടേം തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ ഈ കൗൺസിലറായിരുന്നു. അതിൽ 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, 10 വർഷത്തോളം ഈ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തൊക്കെ അവരുടെ തീപ്പൊരി കൗൺസിലറായിരുന്നു ലാലി ജെയിംസ് എന്നത് നിസ്സംശയം പറയാം. ആ ലാലി ജെയിംസിനെ തഴഞ്ഞുകൊണ്ടാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ കൗൺസിലറായി നിയോഗിക്കാനുള്ള ഒരു നീക്കം വരുന്നത്. അത് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായി മാറുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദീപാദാസ് മുൻഷി അടക്കം ഈ നിജി ജസ്റ്റിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ KC ഗ്രൂപ്പ് തൃശ്ശൂരിൽ നിന്ന് ഉയർത്തിക്കാട്ടിയ പേരും നിജി ജസ്റ്റിന്റെയാണ്. പക്ഷേ ഒരു തരത്തിലുമുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ തൃശ്ശൂർ പോലൊരു നഗരത്തിന്റെ മേയറാക്കുന്നതിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നത്. അത് കൗൺസിലർമാർക്കിടയിൽ തന്നെ വലിയ അതൃപ്തിയുണ്ട്. രണ്ടാമതൊരു പേരായി പരിഗണിച്ചിരുന്ന സുബി ബാബുവിന്റെയാണ്. ഡെപ്യൂട്ടി മേയറൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് സുബി. അതുകൊണ്ട് തന്നെ സുബി, ലാലി ഇങ്ങനെ ഒരു ടേം വ്യവസ്ഥയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അതിനിടയിലാണ് മൂന്നാമതായി നിജി ജസ്റ്റിന്റെ പേര് പറയുന്നത്. അതിൽ നിജി ജസ്റ്റിനെ തന്നെ ആദ്യ ടേമിൽ മേയറാക്കാനുള്ള ഒരു നീക്കത്തിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. നിജി ജസ്റ്റിൻ, ലാലി ജെയിംസ്, അതോടൊപ്പം തന്നെ സുബി ബാബു, ഇങ്ങനെ 3 പേർക്ക് ടേം വ്യവസ്ഥയിൽ ഈ മേയർ സ്ഥാനം പങ്കുവെക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ എന്നാൽ പോലും ലാലിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് 1 വർഷം ലാലി ജെയിംസിനെ ആക്കിയതിനു ശേഷം പിന്നീടുള്ള ടേം ആർക്ക് കൈമാറുന്നതിലും തടസ്സമില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൗൺസിലർമാരുള്ള സ്ഥിതിക്ക് അവരെ പരിഗണിച്ചതിന് ശേഷം മാത്രം മതി പുതുതായി വന്ന ആൾക്ക് സ്ഥാനം നൽകുന്നത് എന്ന ആവശ്യവും ശക്തമാക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തൃശ്ശൂർ DCCയിൽ ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഹാഷ്മി, ഓക്കെ, ആ പ്രഖ്യാപനം ഉണ്ടായാൽ പൊട്ടിത്തെറി ഉണ്ടാവുമോ, ഈ പറയുന്നത് ദീപ്തിയുടെ കാര്യത്തിൽ കണ്ട പോലുള്ള പരസ്യ പ്രതികരണം ഉണ്ടാവുമോ എന്ന കാര്യമൊക്കെ നമുക്ക് തൃശ്ശൂരിൽ കാണാം. എന്തായാലും തൃശ്ശൂരും ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുക്തമല്ല കോൺഗ്രസിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.